എന്റെ വീട്ടിൽ ഗ്യാസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഗ്യാസ് ഉണ്ട് സാറേ. ഏത് കമ്പനിയുടെയാ? അയ്യോ ഇവിടെ സാറേ. ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച്. ആ പുതിയതാണ് സാറേ. എന്തിനാടോ ഇങ്ങനെ നുണ പറയുന്നത്? സ്കൂളിൽ വരുമ്പോഴെങ്കിലും തനിക്ക് സത്യം പറഞ്ഞൂടെ? ഒരു 10 മിനിറ്റ് സാറേ. വേഗം വരണം. ശരി വേഗം വരാം. എടോ മൂന്നാ, ആ ചുറ്റിക ഇവിടെ വെച്ചിട്ട് പോടും. അവിടെ അകത്ത് വെച്ചിട്ട് പോടും. ഒന്ന് പിടിച്ചേടി, വിടല്ലേ. അയ്യോ ഓടിവേ, ഓടിവേ, അയ്യോ ഓടി വന്നേ. ആ ജയ വെള്ളത്തിൽ വീണ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ജയ വരണേ. മോനെ, എന്റെ മോനെ, നിനക്ക് വല്ലതും പറ്റിയോടാ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. ഈശോയെ, ഞങ്ങള് സ്കൂൾ വിട്ട് വരുമ്പോ അയ്യനാട് കുളത്തിലൊരു ഒച്ച കേട്ടു. അപ്പൊ നിങ്ങള് ഓട്ടോയിലല്ലേ വന്നത്? ഇന്ന് ഓട്ടോ ഉണ്ടായിരുന്നില്ല അമ്മേ. ഈശോയെ, എന്റെ മോനൊന്നും പറ്റിയില്ലല്ലോ. കർത്താവ് കാത്തു. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയ ഈ അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? നിന്നെ കുറിച്ച് കേട്ടപ്പോ ഞാൻ ഓടിപ്പോന്നു. ഒന്നും വാങ്ങാൻ നിന്നില്ല മോനെ. ജലദോഷം പിടിച്ചോന്ന് തോന്നുന്നു. വാ, അമ്മ രാസനാദിപ്പൊടി തിരുമ്മിത്തരാം. മോൻ വന്നാ നനഞ്ഞ മുണ്ട് മാറ്. ഹരേ കൃഷ്ണ. ആത്മാവു വരനേകൻ ഭൂതങ്ങളുള്ളു പുറം ആത്മാവു തന്നെ ഇരിക്കുന്നതെന്നറിഞ്ഞിട്ടു ആത്മാവല്ലാതെ വേറെ ഭൂതാദിയില്ലായികയാൽ ആത്മരക്ഷാർത്ഥമൊന്നും ലഭിച്ചില്ലെന്നാകിൽ താൻ ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചത് രണ്ടിന്റെ ഭേദം തനിയെ അതുകളാൽ പോവുകയും ചെയ്യും. എന്താ മോളെ, എന്തു പറ്റി? വല്ലായ്മ വല്ലതുണ്ടോ? ഞാനിന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടനെ കണ്ടു ചേച്ചിയമ്മേ. എന്താ കുട്ടി നീ പറയണേ? അതെ ചേച്ചിയമ്മേ, നമ്മുടെ ഉണ്ണിക്കുട്ടനെ. സത്യമായിട്ടും. എന്താ മോളെ, വല്ലതും കണ്ടു പേടിച്ചോ നീ? ഇല്ല ചേച്ചിയമ്മേ, സത്യമായിട്ടും കണ്ടു. ഉണ്ണി തന്നെയാ. ഒക്കെ നിന്റെ തോന്നലായിരിക്കും.
ബലിച്ചോറ് കൂടി വെക്കാൻ ആളില്ലാത്ത ഈ കുടുംബത്തിന്റെ ദണ്ണം നമ്മളെ ചുമക്കണത് നിനക്കറിയില്ലേ മോളെ? പാവം മുത്തശ്ശി. മോള് മുത്തശ്ശിയോട് പറഞ്ഞോ? ഇല്ല ചേച്ചിയമ്മേ, പറഞ്ഞില്ല. ആ, മോളിത് കുടിക്ക്. എന്നിട്ട് എന്താ ഉണ്ടായേ? ഭഗവാനെ, ഇനിയും തീർന്നില്ലേ നിന്റെ പരീക്ഷണങ്ങള്? കണ്ടും കേട്ടും അനുഭവിച്ചും തളർന്ന മനസ്സ ഞങ്ങളുടേത്. എല്ലാം ഒന്നേന്ന് തുടങ്ങണ പോലെ തോന്നുന്നു. ചേച്ചിയമ്മയ്ക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം മോളെ. ഒരീസം ഞാൻ വിളിച്ചിട്ട് വരാൻ ചേച്ചിയമ്മേ. ആ, ഞാനൊരു കാര്യം പറയട്ടെ. മോളിപ്പോ മുത്തശ്ശിയോടൊന്നും പറയണ്ട. സുഖമില്ലാണ്ടിരിക്കുക. ചേച്ചിയമ്മ പറഞ്ഞോളാം. മോളുറങ്ങ. മോനെ, മോനെ, അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. കർത്താവേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. മോനെ, അമ്മ ഇപ്പൊ ചുക്കുകാപ്പി ഉണ്ടാക്കി തരാം. മോനെ, എനിക്ക് കുടിച്ചോ. സാരല്ല മോനെ, കുടിച്ചോ. കുറച്ച് കഴിയുമ്പോ പനി മാറിക്കോളും. മോൻ ഉറങ്ങിക്കോ, പേടിക്കണ്ട. അമ്മ അടുത്ത് തന്നെയുണ്ട്. എന്താ ജോലിയേട്ടൻ വരാത്തത്? അവൻ വരും, നമുക്ക് കുറച്ചേരം കൂടി നോക്കാം. സമയായല്ലോ മോനെ, ഓട്ടോ വന്നില്ലല്ലോ. ഇല്ല. ജോളി മോനും വന്നില്ലേ? ഇല്ല മമ്മി. അവനിത് പതിവില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യം കാണും. മമ്മി, ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. വേഗം വരാം. വണ്ടി വരും മോനെ, ലേറ്റ് ആവില്ലേ? മമ്മി പ്ലീസ് മമ്മി, ഞാൻ ഓടി വരാം. എന്നാ പോയിട്ട് വേഗം വാ. ആ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ തന്നേക്കൂ. മമ്മി ഞാനും പോയിക്കോട്ടെ. ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. പ്ലീസ് മമ്മി, ഞാനും പോയിക്കോട്ടെ. മോനെ, ഇവിളെയും കൂട്ടിക്കോ. കൈ പിടിച്ചോണ്ട് പോണേ, സൂക്ഷിക്കണം. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? സുഖം തോന്നുന്നുണ്ടോ? ഭയങ്കര തണുപ്പമ്മേ. സാരല്ല, അത് മാറിക്കോളും. ജോളി ചേട്ടാ. ജോളി. ആ, രാജേഷും രാജേന്ദ്രൻ വരുന്നുണ്ട്. വാ മക്കളെ, വാ ഇങ്ങോട്ടിരിക്കും. എന്ത് പറ്റിയടാ ജോളി? പനിയാ മോനെ, രാത്രിയിലാ തുടങ്ങിയത്. മരുന്ന് കൊടുത്തില്ലേ അമ്മേ? കൊടുത്തു, ഇപ്പൊ നല്ല കുറവുണ്ട്. എങ്ങനെ പനി വന്നേ? അത്
അറിയില്ല. മോന് സ്കൂളിൽ പോവാൻ സമയമില്ലേ? ഓട്ടോ വന്നില്ല അമ്മേ. ആ ദാ ഇതും കൂടി കുടിക്കേ. മോള് ഇങ്ങോട്ട് ഇത്തിരി മാറിയിരിക്കേ, പനി പകരും. സാരില്ല. മക്കളിരിക്കെ, ഞാനേ അമ്മണീനെയും കല്യാണിനെയും ഒന്ന് അഴിച്ചു കെട്ടിട്ട് വരാം. നീ നാളെ വരുവോടാ? നീ വൈകുന്നേരം വരുമ്പോ ഇന്നത്തെ നോട്ട്സ് തരണം. ആ, ഞാൻ വൈകുന്നേരം വരാം. ആ ദേ ഓട്ടോ വന്നു. ബാ ചേച്ചി. ഇരിക്കേച്ചി. എന്തു പറ്റി? രാത്രി മുതൽ ഒരു പനി തുടങ്ങി, ഇപ്പൊ കുറവുണ്ട്. അയ്യോ, നല്ല പനിയുണ്ടല്ലോ മേരി. ഡോക്ടറെ കാണിച്ചില്ലേ? നാട്ടുമരുന്ന് കൊടുത്തു, ഇനി കുറഞ്ഞോളും ചേച്ചി. അത് പറ്റില്ല, ഡോക്ടറെ കാണിക്കണം. ഇന്നലെ വെള്ളത്തിൽ കുറെ കയ്യാലിട്ടടിച്ചതല്ലേ. ആ, മോൻ സ്കൂളിൽ പോവാൻ നോക്ക്, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ലു മോനെ. ബാഗും വാട്ടർ ബോട്ടിലൊക്കെ അമ്മ ഓട്ടോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ജോളി പോട്ടേടാ. അമ്മേ, ഞങ്ങൾ പോട്ടെ. പോട്ടെ. ടാറ്റാ. ചേച്ചി ഇരിക്കും, ഞാനിപ്പോ വരാം. മോൻ വല്ലതും കഴിച്ചോ? ബിസ്ക്കറ്റ് തിന്നു. മേരി ഇരിക്കൂ. മോന് തരട്ടെ? ഞാനിപ്പോ കൊടുത്തേ ഉള്ളൂ. ഒരു പോറല് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടതിന് ദൈവത്തിനോടാ നന്ദി പറയേണ്ടത്. പണിസ്ഥലത്ത് വെച്ച് ഞാൻ അറിഞ്ഞപ്പോ എന്റെ കൈയും കാലും തളർന്നു പോയി. അച്ചായനോ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോയി. ഇവനും കൂടി എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ വിഷമിക്കല്ലേ മേരി, അതിനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. ആ, നീ പോയി ഡ്രസ് മാറ. മോന്റെ ഷർട്ടിങ് എടുത്തോളൂ, ഞാൻ ഇട്ടു കൊടുക്കാം. നമുക്കൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വേണ്ട ചേച്ചി, ഒരു പ്രാവശ്യം കൂടി മരുന്ന് കൊടുക്കുമ്പോ കുറഞ്ഞോളും. ആരാണാവോ? മോനെ, ഒന്ന് ഇറങ്ങിക്കിടക്ക്. വരൂ സാറേ, കയറിയിരിക്കാം. ജോളി എവിടെ? അകത്തുണ്ട്, ചെറിയൊരു പനി, കിടക്കുക. ആ, രാവിലെ പത്രത്തിൽ നിന്ന് അറിഞ്ഞതേ. സ്കൂളിൽ കാണാതെ വന്നോണ്ടാ ഇങ്ങോട്ട് ഇറങ്ങിയത്. നമസ്തേ. മോനെ, സാറ് വന്നിരിക്കുന്നു. ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, വിളിക്കണ്ട. പനിയുടെ ക്ഷീണം കാണും. ആ, മോനെ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. മോനെ, 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 മോനെ. ജോളി,